ഡ്രാഗൺ റോൾ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് റോബ്ലോക്സിൻ്റെ 99 നൈറ്റ്സിൻ്റെ വേറൊരു പാട്ടായിട്ട്. അപ്പോൾ ഗൈസ് നമുക്കിന്ന് 99 നൈറ്റ്സിൽ ദിവസം കുറേ സർവൈവ് ചെയ്യണം ഗൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം സർവൈവ് ചെയ്ത 5 ദിവസമാണ് ഗൈസ്. അത്രയൊന്നും നമുക്കിനി സർവൈവ് ചെയ്താൽ പോരാ, നമുക്കിനി ഇച്ചിരിയുടെ ദിവസം കൂടുതൽ സർവൈവ് ചെയ്യണം. പിന്നെ നമ്മുടെ ഫേസ് കണ്ടോ ഗൈസ്, നമ്മൾ ഇച്ചിരി ഇതായിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് റോബക്സ് കൊടുത്ത് മേടിച്ചാണ്. ഈ 3 റോബക്സ് കൊടുത്ത് മേടിച്ചത് 3 ഒരുമിച്ചാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ മേടിച്ചത്. ഓക്കെ, നമുക്ക് നേരെ പോകാം. ടെലിപ്പോർട്ടിങ് ആയി. അയ്യോ, നമ്മളും പോയി. അയ്യോ, കുഴപ്പമില്ല, നമ്മൾ ഒരാളുടെ കൂടെ പോയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അല്ല 3 പേരാ. ഓക്കെ, നമുക്കിതൊക്കെ അറിയാലോ. നമുക്ക് ട്രീസ് ചോപ്പ് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, നമുക്കിനി ട്രീസൊക്കെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ തന്നെ അവരവിടെ തിരികെ കത്തിച്ച് തുടങ്ങി. ഇനി നമുക്ക് ഇച്ചിരി കൂടെ മരം കൊണ്ടു കൊടുക്കാം. ഓക്കെ, അങ്ങനെ മരം കൊണ്ടുണ്ട്. നമ്മുടെ വേഗം നിറയ്ക്കണാവേ. ഓക്കെ, ഇനി നമുക്ക് പോയി മരം അങ്ങനെ നമ്മൾ ഫയർ ലെവൽ 2 ആക്കിയിട്ടുണ്ട്. 2 ഒന്നും ആക്കിയാൽ പോരാ. അതിനുമ്പോൾ നമുക്ക് ഈ പംകിൻ എടുത്ത് തിന്നേക്കാം. പംകിൻ തിന്നാൽ നല്ല രീതിക്ക് ഇതാവും കേട്ടോ. കാരണം ഒറ്റയടിക്ക് ഫുള്ളാവും, പകുതിയിൽ നിന്ന് നേരെ ഫുള്ളാവും പംകിൻ തിന്നാൻ. അതുകൊണ്ട് എനിക്ക് പംകിൻ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് ഈ മരമൊക്കെ ചുമന്നുകൊണ്ട് അങ്ങ് പോവാം. ഓക്കെ, ചാട വേമ്പട്ടെ. ഓക്കെ, നമ്മുടെ ഫയർ ലെവൽ 3 ആയിട്ടുണ്ട്. ഏത് ഷുഗർ കാണിച്ചിട്ടേ അതാവില്ലേ? അതാവില്ല കേട്ടോ. ശരി, ഞാൻ മറ്റേ ഒരു സ്ഥലത്ത് നിന്നിട്ട് 2 മരം വെട്ടാൻ പറ്റുമോ നോക്കിയതാണ്. അത് നേരത്തെ ആയതായിരുന്നു, പക്ഷെ ഇപ്പോൾ ആയില്ല അത്. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ലെവൽ 3 ആക്കി. ഇനി 3 ലെവലും കൂടി ആക്കാനുള്ളൂ. സൂപ്പർ, കളി തുടങ്ങിയില്ല, അപ്പോൾ തന്നെ അവൻ ചത്തു. ഇവനൊക്കെ എന്തിനാണോ കളിക്കണേ? നാണോ ഇല്ലാത്ത ചെറുക്കന്മാർ. കൊള്ളില്ല അവന്മാരൊന്നും. വേറെ നമ്മളൊരു 5-ാമത്തെ ദിവസം വരെയെങ്കിലും സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇവർ ആദ്യത്തെ ദിവസം തന്നെ ചത്തു. ഇവരിനിയിപ്പം മനഃപൂർവ്വം ചത്താണോ അതും പറയാൻ പറ്റില്ല. ഇവന്മാരല്ലേ. ഇതൊക്കെ കൊണ്ട് നമുക്ക് നട്ടേക്കാം. ഇതൊക്കെ നടുന്നത് മറ്റേ ഇതിനാട്ടോ, എന്നാ ഈ ക്രാഫ്റ്റ് മെഷീൻ അതൊക്കെ അല്ലേ, അതിനാണ് ഇത് നടണത്. ഇത് കൂട്ടി നട്ടാൽ ഭയങ്കര നല്ല ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടണേ. ഓക്കെ, നമ്മളങ്ങനെ 3 നട്ടിട്ടുണ്ട്. ഇനി 4-ാമത്തെ മരം ഇതും കൂടി നടാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും മരം വെട്ടാൻ പോകാം. ഇപ്പം നൈറ്റ് അപ്രോച്ചിങ് കാണിച്ചു, പക്ഷേ ഇന്നത്തെ രാത്രി കുഴപ്പമില്ല. അത് നിങ്ങൾ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടു കാണും. പിന്നെ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഫോക്സ് ഉണ്ടോയെന്ന് അറിയില്ല. ഫോക്സ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ, അത് നിങ്ങൾക്കറിയാം. 3 ഉള്ളോ? 4 ഉണ്ട്. ഓക്കെ, നമുക്കിനി വേഗം പോവാം. ഇതെന്നെ ഇത്ര പെട്ടെന്ന് തീരണേത്? അവന്മാരാണെങ്കിൽ അവിടെ കളിച്ചോണ്ട് നിൽക്കുക. കളിക്കും അവന്മാർ, അവന്മാരങ്ങനെ കളിക്കണേ. ഇത് ഹാങ് ആവുകയാണല്ലോ. ഓക്കെ, ഹാങ് ആവുമല്ല. നമുക്കിനി ഇതും കൊണ്ടുപോയിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്തേക്കാം. പ്ലാന്റ് ചെയ്തിട്ട് ഇതേ സാധനം വന്നു. നമ്മൾ അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ അടുത്ത് ചത്തിട്ട് വരാം. പോടാ അവൻ്റെ ഞങ്ങളുടെ മുമ്പിൽ വന്നുണ്ടല്ലോ, ചവിട്ടി അരച്ച് കളയും. ഈ പംകിനൊക്കെ തിന്നേക്കാം. ഈറ്റ് കണ്ടപ്പോൾ ഫുള്ളായി, പകുതിയിൽ നിന്ന് ഫുള്ളായി. അതാണ് ഈ പംകിൻ്റെ ഒരു ഇത്. പംകിൻ്റെ ആ ഒരു കഴിവുണ്ടല്ലോ, അത് വേറെ ഒരു സാധനത്തിനും ഇല്ല. ബണ്ണി ഫൂട്ടൊക്കെ അതേ ഒരുത്തരുണ്ട് ഇവിടെ. ഭാഗ്യം, ഇപ്പോഴൊന്ന് സമാധാനമായേ. എങ്ങോട്ട് പോയതാ ചേട്ടാ? ചേട്ടാ എങ്ങോട്ട് പോയതാ?
ഇത് കോളൊക്കെ നമ്മുടെ ലെവൽ 4 ഓക്കേ ഓക്കെ. അപ്പോൾ ഈ ചേട്ടൻ പവറാട്ടോ. ഇത് ചേട്ടനാണോ ചേച്ചിയാണോ? നിഞ്ച മാസ്കോ, നിഞ്ച മാസ്ക് എന്നൊക്കെയാണ് ഈ പുള്ളിയുടെ പേര്. ഇതൊരു പെൽറ്റ് ട്രേഡർ വന്നിട്ടുണ്ട്. ആ പുള്ളിക്ക് മറ്റേ സാധനമല്ല ബണ്ണി ഫൂട്ടാണ് കൊടുക്കണ്ടേ. പക്ഷെ നമ്മൾ പ്രൊഫഷണലായി, 2 കളിയും കൊണ്ട് നമ്മൾ പ്രൊഫഷണലായി. നമ്മൾ ചെസ്റ്റിൻ്റെ മുകളിൽ കയറിയതാണ് ചെസ്റ്റ് തുറക്കണേ. അതാണ് നമ്മുടെ ഒരു കഴിവ്. തിരിച്ചു പോകും. എടാ തുറക്കടാ. അനങ്ങാണ്ടിരിക്കണ ആർക്കാ. ഓക്കെ ഗൈസ്, നമുക്ക് ഗുഡ് ആക്സ് ആണ് കിട്ടിയത്. പക്ഷെ വേറൊരു ചെറുക്കനെ ഇവിടെ ഗുഡ് ആക്സ് ഇവിടെ വെച്ചിട്ട് വരുന്നു. അതാണ് ഞാൻ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗുഡ് ആക്സ് വേണ്ടല്ലോ, നമുക്ക് ഈ ഗുഡ് ആക്സ് പോരെ. പിന്നെ വേറെ എന്തെങ്കിലും ഇവിടെ എടുക്കാനുണ്ടോ? എടുക്കാൻ പറ്റുമോ? എടുക്കാനൊന്നും പറ്റില്ല. മാറിക്കടാ. ഈ മെറ്റൽ ഷീറ്റ് നമുക്ക് എടുത്തോണ്ട് പോകാം, സ്റ്റോർ ചെയ്യാം. നമുക്കിനി നേരെ നമ്മുടെ ഫയറിലേക്ക്, അല്ല നമുക്കിനി മരം വെട്ടിക്കൊണ്ട് പോകാം. ഒരു ഗുഡ് ഇത് കിട്ടുമായിരുന്നെങ്കിൽ ആ പെൽറ്റ് നമുക്ക് ബണ്ണി ഫൂട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ബണ്ണി എവിടെയാ? ബണ്ണിച്ചേട്ടാ. അതെ കൂയി ചേട്ടാ, സുഖല്ലേ? നമ്മൾക്ക് ഈ ബണ്ണിനെ കറി വെക്കാം. ഒറ്റ വെട്ടിന് ഈ കാര്യം തീരും. അയ്യേ, ഇത് ഈ മെർസൽ മാത്രമേ കിട്ടുള്ളൂ. പുള്ളിക്കാരൻ ഇപ്പം തന്നെ പോവും ബ്രോ. ഒരു ബണ്ണീനെ തട്ട്, ബണ്ണി ഫുട്ട്. ഞാൻ വിചാരിച്ചു അവിടെ ബണ്ണി ഉണ്ടാവുന്നു. എടാ ഇവനെല്ലാവരും കൊന്നോ? അവിടെ ഒരാളുണ്ട്. അവനാ പിള്ളേരെ രക്ഷിക്കാൻ പോയാ. അതേ ഒരു പുലി അവിടെ നിൽപ്പുണ്ട്. വന്നു ആ കടുവ. ഈ കടുവ ഇപ്പം എന്തിനാ വന്നേ? നമ്മുടെ ക്യാമ്പിലെത്തണ്ട. അയ്യോ, നമ്മുടെ ഫയർ തീർന്നു. ഫയർ തീർന്ന ചെറുക്കം വരും. ഓക്കെ, നമുക്ക് എന്തായാലും പോകാം. ഇതന്നെ ഇതാണ് നമ്മൾ നട്ട മരം. ഇത് നമ്മൾ നട്ടാരാ? ഇത് ആ ചെറുക്കൻ നട്ടാന്ന് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല ആരാന്നൊന്നും. ഓക്കെ, 2 വീട്ടിന് കാര്യം തീർന്നാ. ഇതേ മാപ്പ് കണ്ടു ഈ ചെറുക്കൻ. ഇവൻ പ്രോയാട്ടോ. ഇവൻ ഭയങ്കര പ്രോയാ. പകുതി മരം അവനെടുത്തു. ഒരു കൊച്ചിനെ രക്ഷിച്ചു ഈ നിഞ്ച മാസ്ക്. നമുക്ക് ഈ സാധനം ഇവിടെ കൊണ്ട് നടാം. അങ്ങനെ പ്ലാന്റ് നമ്മൾ നടന്നിട്ടുണ്ട്. ഇവൻ ക്രാഫ്റ്റ് ബെഞ്ച് എത്രയാ? ക്രാഫ്റ്റ് ബെഞ്ച് ലെവൽ 2 ആണ്. നമുക്കൊരു ലോഗ് വാൾ പണിയാൻ സാധനമില്ല. റെഗുലർ ബെഡ് പണിയാം. റെഗുലർ ബെഡ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ദേ ചെറുക്കൻ ഓടി നടക്കുന്നു. ചെറുക്കൻ നിൻ്റെ വീട് വെക്കടാ. എടാ നിന്നെ ഞാൻ കൊല്ലും, ഉറപ്പായിട്ട് നിന്നെ ഞാൻ. അയ്യോ, കൊച്ചിനെ കൊന്നോ ഞാൻ? ഇല്ല. ഓക്കെ, നമ്മളങ്ങനെ ഡേ 2 ആയിട്ടുണ്ട്. ഈ സാധനം എവിടെയെങ്കിലും കൂടെ പ്ലാന്റ് ചെയ്യട്ടെ. എടാ എവിടെ ഇത് പ്ലാന്റ് ചെയ്യണ്ടേ? ഇവിടെ പ്ലാന്റ് ചെയ്യാം. എന്നിട്ട് ഈ മരം അങ്ങ് വെട്ടിയേക്കാം നമുക്ക്. കാരണം നമ്മൾ നട്ട മരമാണിത്. ഓക്കെ, ഇതെന്ത്? ഓക്കെ, സെറ്റ്. ഇനി ഈ മരം നമുക്ക് അതിനകത്തേക്ക് ഇടാം. സംതിങ് എമർജിങ് ഫ്രം ദ പോണ്ട്. അത് നമുക്ക് നോക്കണ്ട. അതെന്തായാലും നമുക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ,
നിങ്ങൾ അത്രേ ഉള്ളൂ. അയ്യോ ഒരെണ്ണം പോയി. ഇതെന്നെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മരം കൊണ്ടാം. ക്രാഫ്റ്റിംഗ് ബെഞ്ച് 2 ആക്കിയാലോ? 14 മരം ഉള്ളൂ. പക്ഷെ അതെന്നാ പരിപാടിയാടാ. ഓക്കെ, ഒരു മരം കൂടെ വേണം നമുക്ക്. ഒരു മിനിറ്റും കൂടെ ഉണ്ട്. അല്ല, ഇതിൻ്റെ ഉള്ളിൽ മരമില്ലേ? നമുക്കിവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. ഗുഡ് ആക്സ് വല്ലതും കിട്ടിയാൽ ഭാഗ്യം, അല്ലെ ജയൻ്റ് ആക്സ് വല്ലതും കിട്ടിയാലും ഭാഗ്യ. ഗുഡ് ആക്സ് കിട്ടി. നമുക്കിനി ഈ ഡോർ ഓപ്പൺ ചെയ്ത് ഷീറ്റ് മെറ്റൽ ഇനി നമുക്ക് നേരെ നമ്മുടെ ക്യാമ്പ് ഫയറിലേക്ക് പോവാം. അങ്ങനെ നമ്മളിന്ന് ഡേ 5 ആയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, 28 സെക്കൻഡ് ഉണ്ട്. നമുക്കിനി നമ്മളിപ്പോൾ ഡേ 5 ആയി. സെറ്റ്. ഓക്കെ, നമ്മളങ്ങനെ ഡേ 5 ആയിട്ടുണ്ട്. ഓക്കെ, ഈ കോള് മതി ഇതിൻ്റെ ഇത് വർദ്ധിപ്പിക്കാൻ. ഓക്കെ, കോളെടുക്കുക. ഓക്കെ, അൺസ്റ്റോർ ചെയ്യാം. 41 ലെവലായിട്ടുണ്ട്. ലെവൽ 4 ആയിട്ടുണ്ട്. എടാ ചെറുക്കാ, നീ വീട് വെച്ചോടാ. അയ്യോ, ഇന്നല്ലേ ആൾക്കാർ വന്നത്? അതേന്നാട്ടോ എനിക്ക് തോന്നണേ. ഈ ചെറുക്കനെന്തേ? ഇവൻ നമ്മുടെ അടുത്തേക്ക് വന്നു. ഓക്കെ, എടാ ഇവനെ പിള്ളേരെ ഇതേ കോള് കിട്ടി നമുക്ക്. ഓക്കെ, നമുക്കിനി വേണമെങ്കിൽ ഗുഡ് ബെഡ് 10, ഇതും 10. ഓക്കെ, ഗുഡ് ബെഡ് നമുക്ക് ഉണ്ടാക്കിയ. എടാ മനസ്സിലായി, ഈ ബെഡ് ഇട്ടുകൊണ്ടാണ്, ഈ റെഗുലർ ബെഡ് ഇട്ടുകൊണ്ടാണ് നമുക്ക് ഡേ 5 ആയത് ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ എന്നാ ഈ ഷീറ്റ് മെറ്റൽ, ഒരു മിനിറ്റ്, ഈ ഷീറ്റ് മെറ്റൽ ഒന്നെടുത്ത്. അയ്യോ, യു ആർ ഹംഗ്രിയാ. അയ്യോ, ഈ സമയത്ത് ഹംഗ്രി ആയത് എങ്ങനെയാണോ? നമുക്ക് ആ മീറ്റ് എടുത്ത് കഴിച്ചാലോ? അവനോട് ചോദിക്കണ്ട, അതൊന്നും വേണ്ട. നമുക്കിപ്പോൾ മീറ്റ് എടുത്ത് കഴിക്കാം. അപ്പം പ്രധാനം സ്റ്റോർ ചെയ്യട്ടെ. ഇച്ചിരി ആയിട്ടുണ്ട്. ഇവിടെ എങ്ങും തണ്ണിമത്തനൊന്നും കാണുന്നില്ല. രാവിലെ നമുക്ക് ഇനി നമ്മുടെ ഇത് വർദ്ധിപ്പിക്കാം. വർദ്ധിപ്പിക്കലല്ല കേട്ടോ, ഞാൻ ഈ അപ്പൂപ്പന്മാരെ പോലെ ആവുമല്ലോ. നമ്മുടെ ഇവിടെ മരം വെട്ടിയിട്ടായിരുന്നു. അത് നമ്മൾ കണ്ടില്ലായിരുന്നു, നമ്മളത് മറന്നുപോയി. കണ്ട, മൾട്ടിപ്പിൾ 8 ആയി. നമ്മൾ 8 ദിവസമായി കണ്ട ആ ബെഡ് ഇട്ടുകൊണ്ട്. ഇതൊരു ഇൻഫോ ഉണ്ടല്ലോ. സംതിങ് ഈസ് ഇറ്റ് അറൈവ്സ് ടു നൈറ്റ്. ഇന്ന് മറ്റേ അവർ വരുമെന്ന് തോന്നുന്നു. നമുക്കിന്ന് ഇച്ചിരി മരം കൊണ്ടുപോവാം. ഓക്കെ, ആര് വന്നാലും നമുക്കൊരു വിഷയമില്ലെന്നേ. ആ ചെറുക്കനെല്ലാം നോക്കിക്കോളും, വേറൊന്നും നോക്കാനില്ല. നമ്മൾ നോക്കില്ല എന്നല്ല കേട്ടോ, നമ്മൾ നോക്കിയില്ല പിന്നെ നമ്മുടെ ഇത് മൊത്തം പോവും. ഓക്കെ, അപ്പോൾ 58 ആയിട്ടുണ്ട്. നമുക്ക് ഈ മരം കൂടെ അങ്ങ് വെട്ടാം.
അല്ല, ഈ മരങ്ങളും കൂടി വെട്ടാം. ഇതെല്ലാം കൂടെ വെട്ടുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. ഇതും കൂടെ അങ്ങ് വെട്ടിയാൽ നമുക്ക് തീരും. തീരില്ലേ? വേഗം തീര്. ഓക്കെ, അങ്ങനെ നമ്മുടെ മരങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റോർ ചെയ്യാം. യു ആർ ഹംഗ്രി. എടി, ഇതന്നെ എപ്പോഴും ഹംഗ്രി ആവണേ. നമ്മൾ എപ്പോഴും ഹംഗ്രി ആണല്ലോടാവേ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എടുത്ത് തിന്നാം. ഓക്കെ, നമ്മൾ തിന്നിട്ടുണ്ട്. ഇച്ചിരി ഹംഗ്രി ലെവലാക്കിയിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റൊക്കെ പറക്കി തിന്നാം. ഓക്കെ, ക്യാരറ്റ് എടുത്ത് തിന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ക്യാരറ്റും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ ഇരിക്കണം തണ്ണിമത്തൻ. അല്ല, തണ്ണിമത്തനും പോട്ടെ, പംകിൻ. ഇപ്പോഴടുത്തേക്ക് തിന്നേക്കാം. ഇപ്പം ഫുള്ളായി. ഇനി ഇതും കൂടി അങ്ങ് തിന്നാം. ഓക്കെ, ഇപ്പം ഫുള്ളായി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്യാമ്പ് ഫയറിലേക്ക് പോവാം. നമ്മളവിടെ എവിടെയായിരുന്നു മരം വെട്ടി? ഇവിടെ. ഇനി മരമൊക്കെ ഓക്കെ, ഇനി മരമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതുവരെ നമ്മൾ പിള്ളേരൊന്നും രക്ഷിക്കാൻ പോയിട്ടില്ല കേട്ടോ. നമുക്ക് പിള്ളേരെവിടെയാണെന്നൊന്നും അറിയില്ല. ഒരാളെ അവൻ രക്ഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊന്നും അത് അറിയില്ല. ഓക്കെ, നമ്മൾ ഈ മരം എടുക്കുക. അയ്യോ, യു വിൽ ബി അറ്റാക്കഡ് ടൂണൈറ്റ്. നമുക്കൊരു ഷെൽഫ് പണിയണം. ഗുഡ്, ഷെൽഫ് പണിയാം. ഷെൽഫ് പണിത. അയ്യോ, പ്ലീസ്. എടാ നമ്മളിതിനകത്ത് ചാവൂടാ. എവിടെയാ എന്നെ? അവരെവിടെയാ? അവൻ വന്നാ? അയ്യോ, ദേ വന്നു. ചാവാത്ത എന്നാ? മോനെ, ഒന്ന് വായം പൊളിച്ച് നിൽക്കാണ്ട് രക്ഷിക്കടാ മാമനെ. നമ്മളിപ്പോൾ ചാവും. നമ്മളവരെ കൊന്നു. അവനെ കൊന്നു. മറ്റുള്ളവനെ കൊല്ലട്ടെ. അയ്യോ, ഇപ്പം ചാവും. അയ്യോ, ഇപ്പം ചാവും. ഒരടി കിട്ടി നമ്മൾ ചാവും. അയ്യോ, ചത്തു. മറ്റവനും ചത്താ. നമുക്ക് റിവൈവ് ചെയ്താലോ? 80 റോബക്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ 8 ദിവസം അങ്ങനെ സർവൈവ് ചെയ്തു. 3 ദിവസം നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഗൈസ്. നമ്മളങ്ങനെ 8 ദിവസം സർവൈവ് ചെയ്തു. നമ്മൾ എല്ലാ ദിവസവും ആദ്യത്തെ ഫൈറ്റ് തന്നെ നമ്മൾ ചാവുകയാണല്ലോ ഗൈസ്. ആ ചെറുക്കൻ അവനെ ഞാൻ കൊല്ലും. അവൻ ആ സമയത്തായപ്പോഴത്തേക്ക് അവൻ മുങ്ങിയത് കണ്ടില്ലേ? Some cultists are still alive near your fire. നമ്മളങ്ങനെ 90 നൈറ്റ്സിൽ 8 ദിവസം. നമ്മുടെ നേരത്തേക്ക് 5 ദിവസമായിരുന്നു സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 8 ദിവസം നമ്മൾ സർവൈവ് ചെയ്തു. അത് ഗുഡ് ബെഡ് കാരണമാണ്, അല്ലാതെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആരുടെ കളിച്ചേ? നമുക്കങ്ങനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റായിരുന്നെങ്കിൽ ഒരൊറ്റ അടി അവൻ്റെ മോന്തയ്ക്ക് വെച്ച് കൊടുക്കാമായിരുന്നു. പിന്നെ അല്ലാണ്ട് ആ ഫൈറ്റിൻ്റെ സമയത്ത് അവൻ വന്നായിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ പാടില്ലായിരുന്നോ? ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി ഞാൻ കാണുന്നവരെ ബൈ.